നമസ്കാരം ഡോക്ടർ. ഇത് പ്രോസ്റ്റേറ്റ് സർജറി സംബന്ധിച്ചാണ് ഈ ഒരു സംശയം ഒരാൾ ഉന്നയിച്ചിരിക്കുന്നത്. ഈ പ്രോസ്റ്റേറ്റ് സർജറിയുടെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. അത് ഒന്ന് വിശദമാക്കി കൊടുക്കണമെന്നാണ്. എന്തൊക്കെയാണ് പ്രോസ്റ്റേറ്റ് സർജറി ചെയ്യുമ്പോൾ ഉള്ള മുൻപും അത് പ്രോസ്റ്റേറ്റ് സർജറി ചെയ്തിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ടൈം ഉണ്ടല്ലോ, ആ ടൈമിലും എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിനെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. ഇത് പ്രോസ്റ്റേറ്റ് ഓപ്പറേഷൻ എന്ന് നമ്മൾ സാധാരണ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ട്രാൻസ്യൂറത്തുള്ള റിസെക്ഷനാണ്. പ്രോസ്റ്റേറ്റിന് ഇപ്പോൾ ഒത്തിരി പ്രൊസീജിയേഴ്സ് ഇപ്പോൾ നമ്മുടെ നിലവിൽ ഉണ്ട്. പലതും എക്സ്പെരിമെൻ്റൽ സ്റ്റേജിലാണ്. എന്നാലും ഇപ്പോഴും സാധാരണയായി എല്ലാ സെൻറ്ററിലും ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് TURP, പ്രോസ്റ്റേറ്റ് നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. ആ പ്രോസ്റ്റേറ്റ് റിമൂവ് ചെയ്യുന്നതിനെ സാധാരണ രീതിയിൽ ഇത് വളരെ നാളായിട്ട് പ്രചാരത്തിലുള്ള ഒരു ഓപ്പറേഷനാണ് ഈ TURP. അതായത് പണ്ടൊക്കെ ഒരു 10-30 വർഷം മുമ്പൊക്കെ പറയുമായിരുന്നു, ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചാൽ പറയും, ഒരു 100 കേസ് ചെയ്തെങ്കിലേ ഒരാളുടെ കൂടെ അസിസ്റ്റ് ചെയ്തെങ്കിലേ നമുക്ക് തന്നെത്താനെ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളൊരു ലേണിംഗ് കർവ് ഇച്ചിരി കൂടുതലുള്ള ഒരു പ്രൊസീജിയറാണ് TURP. ഈ TURPയുടെ ഈ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും കറക്റ്റായിട്ട് ചെയ്തു, നല്ല എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾ ചെയ്തു, നല്ല സെൻട്രൽ ചെയ്തെങ്കിൽ സാധാരണ കോംപ്ലിക്കേഷൻ 0യാണ്. എന്നാൽ ഇതിനകത്തൊക്കെ എന്തെങ്കിലും നമ്മൾ കോംപ്രമൈസ് ചെയ്യുമ്പോൾ പറ്റുന്ന എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ വളരെ കെയർഫുൾ അല്ലെങ്കിൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഇരിക്കുന്നത് ഈ സ്പിങ്ഡറിൻ്റെ തൊട്ട് പുറകിലാണ്. സ്പിങ്ഡർ എന്ന് പറഞ്ഞാൽ മൂത്രം പിടിച്ചു വയ്ക്കുന്ന ഒരു മസിലാണ്. അപ്പോൾ ആ സ്പിങ്ഡറിനകത്ത് ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ മൂത്രത്തിൻ്റെ കൺട്രോൾ പോകും. ചിലപ്പോൾ അറിയാതെ പോകുന്ന വഴിയിൽ നടക്കുമ്പോഴൊക്കെ പോയെന്നിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ചുമയ്ക്കുമ്പോഴോ അങ്ങനെയൊക്കെ പോയെന്നിരിക്കും. അത് ഒരു കോംപ്ലിക്കേഷനാണ് ഈ സ്പിങ്ഡറിനകത്തുള്ള ഇഞ്ചുറി. രണ്ടാമതുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ പല ആൾക്കാരുടെയും പ്രോസ്റ്റേറ്റ് പല രീതിയിലായിരിക്കും. നമുക്ക് ഒരിക്കലും ഒരു പ്രോസ്റ്റേറ്റ് മറ്റേതുമായിട്ട് സെയിം ആകത്തില്ല. ചിലതിന് ഇച്ചിരി രക്തോട്ടം കൂടുതലുള്ളതായിരിക്കും, മസ്കുലാരിറ്റി കൂടുതലുള്ളതായിരിക്കും, അല്ലെങ്കിൽ ചിലതിന് ചിലപ്പോൾ അതിനകത്ത് എവിടെയെങ്കിലും ഒരു ക്യാൻസറിൻ്റെ ഒരു ടെൻഡൻസി ഉള്ളതായിരിക്കും. അങ്ങനെയുള്ള പ്രോസ്റ്റേറ്റ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ബ്ലീഡിങ് കൂടുതലായിരിക്കാം. ബ്ലീഡിങ് ചിലപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മളത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻ, ബ്ലഡ് കൂടുതൽ പോകുമ്പോഴത്തേക്ക് BP കുറയും, അങ്ങനെ പ്രോബ്ലംസ് വരാം. അത് ബ്ലീഡിങ്. മൂന്നാമതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഈ ബ്ലാഡറിൻ്റെ തൊട്ട് താഴെയാണ് പ്രോസ്റ്റേറ്റ് ഇരിക്കുന്നത്. ബ്ലാഡറിനകത്ത് ഇഞ്ചുറി വരും. ബ്ലാഡറിനകത്ത് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ബ്ലാഡർ ചിലപ്പോൾ അത് പെർഫറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ യൂറിന് അതിലെ തന്നെ വെളിയിലോട്ട് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം പറയാനുള്ള കാരണം ഇത് ഒത്തിരി എക്സ്പെർട്ടൈസ് വേണ്ടിയ ഒരു ഓപ്പറേഷനാണ് ഈ TURP എന്ന് പറയുന്നത്. അതിനകത്ത് കുറച്ച് സ്കില്ല് വേണം, കുറച്ച് എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ഇതുപോലുള്ള കോംപ്ലിക്കേഷൻസ് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും സാധാരണ ചെയ്യുമ്പോൾ ഈ കോംപ്ലിക്കേഷൻ ഒന്നും കാണാറില്ല. അത് നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് ഈ ഓപ്പറേഷൻ ചെയ്യാൻ പാടുള്ളൂ, ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം ബുക്കിനകത്ത് നോക്കുമ്പോൾ ഈ കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ട്. പക്ഷേ സാധാരണ നമ്മൾ കെയർഫുള്ളായിട്ട് എല്ലാ ഫെസിലിറ്റീസും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകാറില്ല. ഇതാണ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഉള്ള സമയത്തുള്ള കോംപ്ലിക്കേഷൻസ് മെയിനായിട്ടുള്ള. വേറെ ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ പ്രോസ്റ്റേറ്റ് സർജറിയെ സംബന്ധിച്ചുള്ള കോംപ്ലിക്കേഷൻസ് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ധാരാളം കോംപ്ലിക്കേഷൻസ് കാണാൻ കഴിയും. പക്ഷേ അതിൽ പ്രധാനമായ ഒരു കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡോക്ടർക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളാണ്. അതല്ലേ ഡോക്ടർ? എക്സ്പെർട്ടൈസ് വേണം. അതെ. അപ്പോൾ അത്തരത്തിൽ ഉള്ളൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഡോക്ടറുടെ കീഴിൽ ആ ഒരു സർജറി നടന്നാൽ അതിന് കോംപ്ലിക്കേഷന് സാധ്യത തുലവും കുറവാണ്. മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.